ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കാനഡയ്ക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ആദ്യം എൻ്റെ ഫ്ലൈറ്റ് ബ്രിട്ടീഷ് എയർവേസ് ആയിരുന്നു. ഞാൻ ലണ്ടൻ പോയിട്ടാണ് കാനഡയ്ക്ക് പോയത്. എൻ്റെ ബോർഡിങ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നായിരുന്നു, കെമ്പഗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ബാംഗ്ലൂർ എയർപോർട്ട് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട്സ് ആയിരിക്കും. കാരണം അതിൻ്റെ അകമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്ക്, നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ഇതെല്ലാം നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. നമുക്കപ്പം കുറച്ച് നേരം ചെക്കിനൊക്കെ കഴിഞ്ഞ് കറങ്ങി നടന്ന് ഇതൊക്കെ കാണാനൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ചെക്കിനും സെക്യൂരിറ്റി ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഗേറ്റിൽ വന്ന് ഒത്തിരി നേരം ഇരുന്നു. ഇതെൻ്റെ D1 ഗേറ്റാണ്. ആ കണ്ടത് എൻ്റെ പൈലറ്റാണ് കേട്ടോ. അവിടെ ആൾക്കാർ സെൽഫിയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ ആളെ. ഒത്തിരി ഫ്ലൈറ്റ്സൊക്കെ പുറത്ത് കിടക്കേണ്ടി കുറച്ച് പേര് അതൊക്കെ നോക്കിയിരുന്നു. വെളുപ്പാങ്കാലത്തുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ടേ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാമെന്നല്ലാതെ വേറെ ആരെയും വിളിച്ച് ശല്യപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നോക്കി ഇരുന്ന് നേരം വെളുത്ത് നമ്മൾ അറിഞ്ഞില്ല. കണ്ണടച്ച് തുറന്നപ്പോഴത്തേനും പുറത്ത് വെളിച്ചം വന്നു. അതുപോലെ എൻ്റെ ഫ്ലൈറ്റ് വന്ന് ഞങ്ങൾ ബോർഡിങ് അകത്തേക്ക് തുടങ്ങി. ആ കിടക്കുന്ന കേട്ടോ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടെയിലുണ്ട്. ബ്രിട്ടീഷ് എയർവേസിൻ്റെ തന്നെ ബാംഗ്ലൂർ ടു ലണ്ടൻ സർവീസ് നടത്തുന്ന ഫ്ലൈറ്റാണ്. ഓൾമോസ്റ്റ് 11.5 hours ഓഫ് ജേർണിയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പയ്യെ ഫ്ലൈറ്റിലേക്കൊക്കെ കയറി. ഫ്ലൈറ്റിൻ്റെ അകത്ത് ചെന്നിട്ടുള്ള വ്യൂ ആയത്. ഇത് നമ്മുടെ എക്കണോമി ക്ലാസ്സാണ്. 3 ഉള്ളത്: എക്കണോമി, പ്രീമിയം എക്കണോമി, ബിസിനസ് ക്ലാസ്. ഞാൻ അതിൻ്റെ അകത്ത് എക്കണോമി ആയിരുന്നു. എക്കണോമീൻ്റെ തന്നെ 2 സെഷനുണ്ട്. ഈ കാണുന്നത് പ്രീമിയം എക്കോണമിയാണ്. നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ ഞാൻ ബാക്കിൽ നിന്നാണ് കയറിയെന്നല്ല, ഞാൻ മുമ്പിൽ നിന്ന് കയറിപ്പോയപ്പോൾ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് എടുത്തത്. ഈ കാണുന്നതാണ് ബിസിനസ് ക്ലാസ്. അത്യാവശ്യം ലെങ്തി ഫ്ലൈറ്റാണ്. നമ്മൾ ഈ എമിറേറ്റ്സ് ഒക്കെ കാണുന്ന പോലെ ഡബിൾ ഡെക്കർ അല്ല. ഇൻസ്റ്റഡ് നല്ല നീളമുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഒരു സൈഡിൽ 3, പിന്നെ 4, പിന്നെ 3, അങ്ങനെ മൊത്തം 10 പേർക്ക് ഒറ്റ റോയിൽ ഇരിക്കാൻ പറ്റും. ചെന്നപാടെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നു. ആ കണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇരിപ്പായി. അപ്പോഴാണ് നമ്മൾ ഈ പടമൊക്കെ വരച്ച് വെച്ചേക്കുന്ന പോലത്തെ കുറേ മൗണ്ടെയിൻ കണ്ടത്. എന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തോ വലിയ സംഭവമാണെന്ന് കരുതി ഞാൻ എന്തെങ്കിലും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഏരിയ മൊത്തം ഇങ്ങനെ കുറച്ച് അഗ്നിപർവ്വതം പോലത്തെ മലകളും അതിൻ്റെ മുകളിലും മഞ്ഞും, അല്ലാതെ വേറൊന്നും കാണാനില്ല കേട്ടോ. അവിടെ മനുഷ്യരെയൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇതിങ്ങനെ മേഘപാളികളും ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേനും എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. മുമ്പിലിരിക്കുന്ന ആൾ ഇടയ്ക്ക് കൈകൊണ്ടൊക്കെ വന്നു. ഞങ്ങൾ കുറച്ച് റൗണ്ട് കൂടെ കളിച്ചു. പിന്നെ ആൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ പുറകോട്ട് നോക്കി വിളിയായപ്പോഴത്തേനും ഞാൻ അവനെ മൈൻഡ് ചെയ്യണ്ടായി. അല്ലെങ്കിൽ എനിക്ക് തന്നെ പണിയാവുമെന്ന് മനസ്സിലായി. ഞാൻ കേൾക്കാത്തപ്പോൾ അവൻ കൈയിടുന്നു, ഒക്കെ അലയ്ക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് എൻ്റർടൈൻ ചെയ്താൽ എനിക്ക് പണിയാവും. കാരണം ഒത്തിരി സമയമുള്ള ഫ്ലൈറ്റ് ആണല്ലോ. അങ്ങനെ കുറച്ച് നേരം ആ കുട്ടൻ്റെ കൂടെയൊക്കെ കളിച്ച് സമയമൊക്കെ ചെലവഴിച്ച് അവൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ അവിടെ ഇയർഫോണൊക്കെ കുത്തി നമ്മുടെ സ്ക്രീനിൽ എന്തെങ്കിലും കാണാമെന്ന് കരുതി. ആക്ച്വലി മുക്കാഭാഗം സമയത്തും ഞാൻ കിടന്ന് ഉറക്കമായിരുന്നു. അതിൻ്റെ അത് കുറച്ച് ഉണർന്നിരുന്ന സമയത്ത് ചായ കുടി തന്നെയായിരുന്നു പണി. ഞാൻ ഒരു 3-4 ചായ കുടിച്ചിട്ടുണ്ടാവും. അപ്പോഴത്തേനും ഒരു ലഞ്ചും കൊണ്ടുവന്ന് എന്തായാലും ഫുഡൊക്കെ ഒത്തിരി നല്ല ഫുഡായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണോ അതോ ഫുഡ് അങ്ങനെ ഓൾറെഡി നല്ലതാണോ എന്ന് അറിയില്ല കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ യാത്രയുടെ ബാക്കിയുള്ള സമയം ഉറക്കവും തീറ്റയും ഒഴിച്ച് ഞാൻ മാപ്പ് നോക്കിയിരിക്കലായിരുന്നു പണി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും കാണാമെന്ന് ഓർക്കും. ഇങ്ങനെ നോക്കി അവസാനം തിരിച്ച് മാപ്പിലേക്ക് തന്നെ പോയി എവിടാന്നൊക്കെ നോക്കും. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒന്ന് വാഷ്റൂമൊക്കെ പോകണമെന്ന് തോന്നി. അടുത്ത അങ്ങേറ്റത്തെ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്നവർ എഴുന്നേക്കണനുസരിച്ച് വേണമല്ലോ പോകാൻ. അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പിടിച്ച് വെച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ബാത്റൂമൊക്കെ പോയി കണ്ട് പിന്നെ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് അവിടെ എയർ ഹോസ്റ്റസ് നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് സ്നാക്സ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ടേബിളിലായിരുന്നു സ്നാക്സ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ അവർ മാറ്റിയതാണ്. അവിടെ ചെന്ന് കുറച്ച് എനിക്ക് വേണ്ട സ്നാക്സും ചായയും ഒക്കെ പറക്കിക്കൊണ്ട് പിന്നെയും വന്നിരുന്നു. അപ്പോൾ ഉണ്ടോ പുറത്ത് നോക്ക് ഈ ഇതുപോലത്തെ വ്യൂ. ഞാനോർത്ത് എവിടെയോ യുദ്ധം നടക്കുന്ന എന്തോ മെസ്സേജിൽ ആരോ വിടുന്നതാന്നൊക്കെ ഞാൻ കരുതിയത്. പിന്നെ മനസ്സിലായി എന്തോ എയർ ഷോ എന്ന്. ആദ്യം ഒന്ന് പേടിച്ചു കേട്ടോ. പറഞ്ഞിരുന്നതും ലണ്ടനിലെത്തി. 11.5 മണിക്കൂറിൽ എത്തേണ്ട ഫ്ലൈറ്റ് 10 to 10.5 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തി. ഈ കാണുന്നതാണ് ലണ്ടൻ എത്തിയപ്പോൾ ഉച്ചയായി. അവർ ഉച്ചയാവാറായപ്പോഴാണ് ഞങ്ങൾക്ക് ലഞ്ച് തന്നത്. ഇന്ത്യൻ സമയം ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ട് ലണ്ടൻ സമയം ഉച്ചയ്ക്കാണ് നമുക്ക് അവർ ലഞ്ച് തന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ത്യയിൽ നിന്നും എൻ്റെ ലഞ്ച് ലണ്ടനിൽ നിന്നായിരുന്നു.
ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിലാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. ലണ്ടനിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എയർപോർട്ടാണ്. അതിനെല്ലാം കഴിഞ്ഞ ആഴ്ച ഇവിടെ എന്തോ ഫയർ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് എയർപോർട്ട് ഷട്ട് ഡൗൺ ആയിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഓപ്പൺ ആയത്. എന്തായാലും എനിക്ക് ആ എയർപോർട്ടൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഒരു 4 hours ലേ ഓവറാണ് എനിക്കിവിടെ ഉള്ളത്. അപ്പം എന്തായാലും യാത്രയൊക്കെ നൈസായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ ആൾക്കാരും ബാഗ് എടുക്കാനൊക്കെ ചാടി പുറപ്പെട്ടു. ഇന്ത്യയിലും അവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്തായാലും ലണ്ടൻ എത്തി.